ആക്ച്വലി ഈ പറഞ്ഞ പോലെ നമ്മളൊരു സിനിമയുടെ ഭാഗമാകുമ്പോൾ നമ്മളെ ഇടുന്നൊരു എഫേർട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നതൊക്കെ ഒരു സക്സസ് നമ്മളുടെ ഒപ്പം വരുമ്പോൾ മാത്രമാണ് അംഗീകരിക്കപ്പെടുന്നതെന്നോ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നതെന്നോ ഇപ്പോഴത്തെ എൻ്റെ ഒരു കാഴ്ചപ്പാട് എനിക്കറിയില്ല. കാരണം ഞാൻ ഇതിനു മുമ്പും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ലൈക്ക് ഞാൻ ഇതിനു മുമ്പും സിനിമകൾ ചെയ്തിരുന്നു. ആസ് ആൻ ആക്ടർ ചെയ്തിട്ടുണ്ട്, ആസ് ആൻ എഡിറ്ററും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ തന്നെ നമ്മളുടേതായിട്ടുള്ള സിഗ്നേച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ ഉറക്കം കളഞ്ഞ് കഷ്ടപ്പെട്ടിട്ടുമുണ്ട്. പക്ഷെ അതൊന്നും ആളുകൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലൊക്കെ അപ്രീസിയേഷൻസ് കിട്ടുമ്പോഴും ആ സിനിമ ഒരു വൈഡായിട്ട് ആളുകളിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾക്കും നമ്മൾ ചെയ്തതിന് ഒരു ഗുണം കിട്ടുക എന്ന് പറയുന്നത് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന സാധനം കിട്ടുക. ബാക്കിയെല്ലാം പുറത്തുനിന്ന് വരുന്നതാവാം. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ലിറ്റിൽ മിസ് റാവുത്തറൊക്കെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരുപാട് എന്താ പറയുക ഉറക്കം കളഞ്ഞിട്ട് നമ്മൾ ഭയങ്കര പെയിനോടുകൂടി ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് അതൊക്കെ. അപ്പോൾ ഞാൻ ജയ് ഗണേഷിലേക്ക് എത്തുമ്പോൾ എനിക്കൊരു എക്സ്പോഷറും കൂടിയാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു വലിയ സിനിമയാണ്. അതിൻ്റെ സ്കെയിൽ, അതിൻ്റെ ക്വാളിറ്റി ഒക്കെ വെച്ചിട്ട് അതൊരു വലിയ സിനിമയാണ്. അപ്പോൾ ഇത്രയും നാളെ ഞാൻ ചെയ്ത സിനിമകൾ, ഞാൻ ഫെയിലിയേഴ്സിൻ്റെ ഭാഗമായിട്ടുണ്ട്, ഒരു ആവറേജ് സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്, നല്ല സിനിമകളുടെയും ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ജയ് ഗണേഷിലേക്ക് എത്തുമ്പോൾ എനിക്ക് ഒരു ഹോപ്പ് എന്ന് പറയുന്നത് ഒരു നല്ല സിനിമയാണ് നമ്മൾ ആസ് എ ടെക്നീഷ്യൻ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ചെയ്ത ഇപ്പോൾ ലിറ്റിൽ മിസ് റാവുത്തറിൽ ചെയ്തതുപോലെ തന്നെയുള്ള പണിയാണ് ജയ് ഗണേഷിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു സിനിമയായിട്ട് സക്സസ് ആവുകയാണെങ്കിൽ നമ്മളും അംഗീകരിക്കപ്പെടും, നമ്മളുടെ വർക്ക് ആൾക്കാർ അറിഞ്ഞു തുടങ്ങും എന്ന് വിശ്വസിക്കുന്നു.